Good morning. Oh, sorry, sir. Morning, sir. Good morning. Sit down. Well, my friends. Don't make noise. If you want, go out and have it. Yes, sir. Well, we are here to study botany. I am asking you one question. What is botany? You tell me, what is botany? Botany is the study of Aliya, Professor. Good morning. Good morning. Good morning. Good morning. ഒരൊറ്റ നല്ല ചരക്ക് പോലും ഇല്ലല്ലോടാ. ഇന്റർവ്യൂനൊന്നുണ്ടായിരുന്നു ഒരു സെൽ മാത്യു. ശിവൻകുട്ടി എം, യു ആർ നമ്പർ 21. ഭാസ്കരപിള്ള കെ പി, സണ്ണി ജോർജ്, യു ആർ നമ്പർ 23. സരിക, അതോ ശാരികയോ? സാരിക. The next name is Taranath. And Vinita Menon R. My dear students, ഫസ്റ്റ് ഡി സിയിലെ നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപേ ഈ ചിത്രം വരച്ച ചങ്ങാതിയെ അഭിനന്ദിക്കട്ടെ. ഈ പൂക്കളുടെ മുകളിലുണ്ടായിരുന്ന വെൽക്കം ഞാൻ മായ്ച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ ആരെ വെൽക്കം ചെയ്യണം? കുടുംബാംഗങ്ങൾ തമ്മിൽ വെൽക്കം ചെയ്യാറുണ്ടോ? താങ്ക്സ് പറയാറുണ്ടോ? ബോട്ടണി മെയിൻ എടുത്ത് ഈ കോളേജിൽ ചേർന്ന നിമിഷം മുതൽ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. Just like the waves of the same ocean, just like the stars of the same sky, just like the flowers of the same plant. ഈ പൂക്കളുടെ ചിത്രം മായ്ക്കാത്തതിന് കാരണമുണ്ട്. പൂക്കളെ കുറിച്ചാണ് 3 വർഷവും നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഒന്നുണ്ട്, പൂക്കളുടെ ബാഹ്യ സൗന്ദര്യമല്ല, ആന്തരിക ചൈതന്യമാണ് അടുത്തറിയേണ്ടിയിരിക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, തൊലിപ്പുറത്തുള്ള പളപളപ്പും മിനുമിനുപ്പും അല്ലല്ലോ യഥാർത്ഥ സൗന്ദര്യം. ഷേക്സ്പിയർ പാടിയിട്ടുള്ളത് പോലെ വെർച്യൂ ഈസ് ബ്യൂട്ടി. യെസ്, you may get in. By the way, you are Selling Matthew. Your number is 1313. Thank you, sir. Well, botany is a very interesting subject. ബോട്ടണി എന്ന പദം ബൊട്ടേൺ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ലിറ്ററേച്ചർ എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ എത്ര പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ എന്നെ മെഡിസിൻ അയച്ചേ പറ്റൂ. ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് ഏത് സബ്ജക്റ്റും മനസ്സിരുത്തി പഠിച്ചാൽ നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, വരപ്പിന്റെ കാര്യത്തിൽ ഞാനൊരു മണ്ടൂസാണ്. ആനയെ വരച്ചാൽ ഒട്ടകം പോലെ ഇരിക്കും. എന്റെ അപ്പത്തിനാണെങ്കിൽ എന്നെ ഇഷ്ടമാണ് തന്നിഷ്ടം.
ബോട്ടിന് മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പച്ചൻ കയ്യോടെ എന്നെ സമ്മതിച്ചു. വാട്ട് എ ഫണ്ണി മാൻ. ഏതായാലും വേണ്ടില്ല, മോൾ ഒന്നാമതായി ജയിച്ചിട്ട് വേണം അപ്പച്ചന് 4 മാളവരുടെ മുഖത്തെ വിട്ട് നടക്കാനെന്നാ അപ്പച്ചൻ പറയുന്നത്. അച്ഛൻ പാവമാ സെലിൻ. ഈ സ്ക്രൂ തിരി കൊടുക്കുന്ന മുഴുവൻ അമ്മയാ. എനിക്കാ ഭാഗ്യമില്ല രാജമ്മേ. ഓ ഐ എം സോറി. ഡോണ്ട് ബോദർ. നമ്മളിങ്ങനെ സാമിട്ട് നടന്നാലോ? എന്റെ പെട്ടിയും ബാഗും ഏതോ ഒരു കുട്ടിയുടെ മുറിയിൽ വെച്ചിട്ടാണ് ഞാൻ രാവിലെ ഓടിപ്പിടിച്ചെത്തിയത്. ഈ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും എനിക്കറിയാം. മഹത്തായ 3-ാം വർഷമാ ഞാനിവിടെ. വേണമെങ്കിൽ എന്റെ റൂമിൽ കുടിക്കോ? ഒരു ബെഡ് വേക്കന്റ് ഉണ്ട്. മിക്സഡ് കോളേജ് ഞാൻ ആദ്യമായ. അതിന്റെ രസമല്ലേ രസം. ആ, കാണാനും അനുഭവിക്കാനും പോകുന്ന പൂരമല്ലേ. ഓ മതിയാ പൊന്നു മോനെ, നീ അതിനെ മിനിക്ക് നശിപ്പിക്കും. അതിനുമ്പ് ഞാനൊന്ന് കാണട്ടെ. ഓ, നിനക്കാരടാ ശിവനെന്ന് പേരിട്ട്? നീ ശിവനല്ല, ബ്രഹ്മാവാണ്. സാക്ഷാൽ ബ്രഹ്മാത ക്രിയേറ്റർ. അല്ലല്ല, കളിച്ച് വസ്ത്രാണിച്ചക്കൻ ഞങ്ങളുടെ ദൈവങ്ങളെ തൊട്ട് കളിക്കാൻ തുടങ്ങിയോ? അത് വേണ്ട പറഞ്ഞേക്കാം കേട്ടോ. എന്റെ ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. നിന്റെ കാര്യം ഞങ്ങൾ മറന്നുപോയടാ സണ്ണിമോനെ. കേറി വാ സണ്ണി. ഇങ്ങനെ കാലിന്റെ ഉപയോഗം നീ മറന്നു പോവും. ഓ, എന്റെ മോന്റെ കാല്. അവൻ ഒരു ദിവസത്തേക്കായി. ഒന്ന് വേഗമാകട്ടെ പണി. നിറച്ചു വെക്ക് മതി, അങ്ങോട്ട് കൊടുക്ക്. ക്യാപ്റ്റൻ പറയുന്നത് കേട്ടില്ലേ? പൊക്കല്ലേ ഖാദറെ? പൊക്കാനോ? നീ തന്നെയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ക്യാപ്റ്റൻ. കോളേജ് ടീമിലെങ്കിലും ഉണ്ടായാൽ മതി. 2 വർഷം ജൂനിയറിനും 1 വർഷം വേഴ്സിറ്റിയും കളിച്ച താനെന്ന് പറയുമ്പോഴാണ്. പിന്നെ ഇക്കുറി സന്തോഷ് ട്രോഫി ഇവിടെ വെച്ചാണ്. അപ്പച്ചി അണഞ്ഞു നിന്നാൽ ഇക്കുറി സ്റ്റേറ്റ് ടീമിൽ കയറി പറ്റാം. ആരുടെ മുമ്പ് കുമ്പിടാൻ എന്നെ കൊണ്ട് വയ്യ. തണ്ണി, തണ്ണി. ഇവനൊന്നും കണ്ണു കാണാൻ മേലെ. 1.5 ഇഞ്ചേ ഉള്ളൂ. സൈക്കിൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എടാ ചുക്ക്, അടിച്ചവന്റെ വാൾട്ടി ഊരി സണ്ണി. ഏ മിസ്റ്റർ, ആ പയ്യനെ വിടണം. വിടാൻ. സൈക്കിൾ അടിച്ച എന്നെയല്ലേ, അത് ഞാൻ സഹിച്ചു. കൊച്ചു ചെറുക്കനെ തല്ലാൻ എന്ത് സാമർത്ഥ്യം. നമ്മുടെ ഗാർഡിയനാ ഭാവം. വാ. പോയി. കണ്ടതുപോലെ അല്ലടേ, നല്ല ഈടുള്ള സ്റ്റഫാ. വെറുതെയാണ് സൈക്കിൾ ചാലിങ്ങിയത്. നിന്റെ സമയം എവിടെ കൊണ്ടുപോയിക്കോ. പോട്ടടാ മോനെ. ചേച്ചേ, വെറും ഒരു പീറപ്പെണ്ണെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച്. പീറ് പാറ, അന്ന് സൈക്കിൾ പോലും ചളങ്ങിയില്ലേ? പയ്യൻ അല്പം ചമ്മിപ്പോയി. അല്ല, അതാരായാലും ചമ്മിപ്പോവും. ഒരു പെൺപിള്ളയുടെ നടി വെച്ചല്ലേ സംഭവം. അത് നീ എന്തിനാണ് ചവിട്ടുന്നത്? അളിയ, നമുക്കൊന്ന് പെരുമാറണം. 2 എണ്ണത്തിന്. അവളുമാരുടെയൊക്കെ വിചാരം ശരീരം മുഴുവൻ ആണെന്നാ. Number 23, are you playing football in the classroom? His name is Sunny George, not number 23. തന്നോട് ചോദിച്ചോ? നേതാവ് ചമയിലൊക്കെ ക്ലാസ്സിന് പുറത്ത്. കേട്ടോ മിസ്റ്റർ നയനാൻ? ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ആടിയ പാദവും പാടിയ നാവും. മൈൻഡ് യുവർ ഓൺ ബിസിനസ്.
ടീച്ചറിന്റെ പട്ടാള പൊതിയാണല്ല. നമ്മളെ പാക്കരയെന്നെ ഭാസ്കരപിള്ള KP നമ്പർ 22. ഭാസ്കരപിള്ളക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്നു. പെരിശ പറ്റുന്നൊരു ഡിഗ്രി എടുത്തു. ഏത് അമ്പലത്തിൽ പോയിട്ടെന്താ? ആദ്യം മനസ്സ് നന്നാവണം. രാജി ഇപ്പറഞ്ഞത് ശരിയാ. അപ്പോ ഇപ്പറഞ്ഞതിന് മുമ്പ് പറഞ്ഞതോ? ഞാൻ ശരിയേ പറയാറുള്ളൂ, പ്രത്യേകിച്ചും ടീച്ചേഴ്സിനെ കുറിച്ച്. മനം പോലെ മങ്ങലെന്ന് പറയുന്നത് വെറുതെയാണോ? നോക്ക്, വീപ്പക്കുട്ടിയായിട്ടും ഒരുത്തനും തിരിഞ്ഞു നോക്കാത്തത്. നമ്മുടെ ടീച്ചർ ക്ലാസ്സിൽ വെച്ച് രാജമ്മയെ ചെറുതായത് ചമ്മിച്ചു. ഷെയിം ഷെയിം. ആൺകുട്ടികളുടെ ക്ലാസ്സിൽ വെച്ചല്ലേ, മഹാമോശമായി പോയി. അല്ലെങ്കിലും അവർക്ക് പെൺകുട്ടികളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആൺകുട്ടികളെയോ? നമ്മുടെ മാറ്റം തന്നെ മിസ് സാരി എസ് നായർ, കീരി എസ് നായർ. ഏതായാലും മോള് ചമ്മി. ചമ്മും ചമ്മിയത് ഞാനല്ല, സണ്ണിയാണ്. ഒന്നും അറിയാതെ കള്ളിയെ പോലെ ചിരിക്കാതെ. ഇവർക്ക് വേണ്ടി ഏറ്റുപിടിച്ചാണ് ക്ലാസ്സിൽ ഞാൻ അവരുടെ മുമ്പിൽ ചീത്തയായത്. എന്താ ചെറിയ മക്കളൊന്നും നിർത്താറായില്ലേ? ഒന്ന് മതിയാക്കിട്ട് വാ സണ്ണി. ഇന്നെങ്കിലും നോമിനേഷൻ കൊടുക്കണം. നീ വയ്ക്കോ, ഞാനില്ല. നൈനാന്റെ തെറിയാക്കണ്ടെങ്കി വാ. പിന്നെ എന്നെ തെറി വിളിച്ച വിവരം അറിയും. ആ, വല്ല പെമ്പിള്ളയുടെയും തെറിയല്ലേ നിനക്ക് സൂഹിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാ പ്രകോപനങ്ങളെയും അതിലംഘിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഭിമാന ഭാജനങ്ങളായ ഡിഫൻസ് അലയൻസിന്റെ സമർത്ഥരായ അവരെ വിജയിപ്പിക്കുവാൻ, കൂടാതെ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ SA-യുടെ സത്യസന്ധരായ സ്ഥാനാർത്ഥികൾക്ക്, സണ്ണി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഈ കലാലയത്തിന്റെ എല്ലാ അഭിവൃദ്ധികൾക്കും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. നമ്മുടെ ചെയർമാൻ ബാലകൃഷ്ണൻ, ഓരോ വോട്ടും ബാലകൃഷ്ണന്, ഓരോ വോട്ടും ബാലകൃഷ്ണന്, നമ്മുടെ ചെയർമാൻ ബാലകൃഷ്ണൻ. എടാ ഭാഗമല്ല, ആളുകൾക്ക് ഇന്നലത്തെ പോലെ നെറ്റും ബോളും ഒക്കെ കോർട്ടിട്ട് പോകാനാണെങ്കിൽ ഒന്നും കൊണ്ടുപോകണ്ട. ഇന്നലെ ഞാൻ കളിക്കില്ലായിരുന്നു സാർ. എന്നാൽ ഇന്നും നീ കളിക്കണ്ട. ഡെയിലി പ്രാക്ടീസ് ഇല്ലാതിന്റെ കുഴപ്പം കഴിഞ്ഞ കൊല്ലം നീ കണ്ടതല്ലേ. കണ്ടാലും കൊണ്ടാലും പൊട്ടിക്കാത്ത. എടാ കാതല്ലേ, അവിടെ നിൽക്ക്. നീ പോക്കോ. തനിക്ക് എന്തായിരുന്നു എണ്ണം? കുറെ നാളായാലും എഴുന്നള്ളിയിട്ട്. അയ്യോ സാർ, വെള്ളിയാഴ്ച കളി ഞാൻ ഉണ്ടായിരുന്നു. ചൊവ്വയും വെള്ളിയൊക്കെ പള്ളിയിൽ. ഞാൻ സീരിയസ് പറയുകയാണ്. ബോധിച്ചോ നടക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണമെന്നില്ല. മണി പോലെ കളിക്കുന്ന മിടുക്കന്മാര് പിള്ളേര് വേറെ ഉണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ. ദേ അങ്ങോട്ട് നോക്ക്. സണ്ണി റൈറ്റ് ഔട്ടും താൻ റൈറ്റ് ഇന്നുമായ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നാഷണൽ കേരളത്തിൽ വെച്ചാണെന്ന് മറക്കണ്ട. അല്ല, ഞാൻ എത്ര സീരിയസ് ആയി പറഞ്ഞാലും നിനക്കൊന്നും പുല്ല് വില പോലും ഇല്ലല്ലോ. അങ്ങനെയല്ല സാർ. പോയി കളിക്ക്. എടാ, ലേഡീസ് കോർണറിന് വിലസാനാണെങ്കിലേ നീ പോകണ്ട. ഡിഗ്രി ക്ലാസിനെ കുറിച്ച് ഓർത്ത് ആരും ബേജാറാവണ്ട. PDC-യിലെ പിറങ്ങികളെയാണ് എനിക്ക് ഭയം. പെൺവർഗം ലാസ്റ്റ് മൊമെന്റിൽ നമ്മളെ തഴഞ്ഞാൽ കറങ്ങിയത് തന്നെ.
ഗീതയും ഫിലോനയും പറഞ്ഞു കേട്ടില്ലേ, ഇക്കുറി എന്തടവ് പ്രയോഗിച്ചാലും ബാലകൃഷ്ണൻ ജയിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ കൊല്ലം കോളേജിലേക്ക് അവനെ കുഴി വിളിച്ച് നമ്മളല്ലല്ലോ, അവന്റെ പാർട്ടിക്കാർ തന്നെയല്ലേ. എന്താണ് ഇത്ര വൈകിയത്? ആ ലേഡീസ് ഹോസ്റ്റലിലെ ചുമര് മുഴുവൻ ബാലകൃഷ്ണൻ കൂട്ടർ എഴുതി കഴിഞ്ഞു. ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല. അത് കൊള്ളാം. നിങ്ങൾ എല്ലാം കൂടി പറഞ്ഞിളക്കിനെ നിർത്തിയിട്ട് ഇപ്പൊ ഞാനെന്ത് വേണം അത് പറ. ഒരാഴ്ചത്തേക്ക് കളി വേണ്ടെന്ന് വെക്കണം. മറ്റുള്ളവർ വീട് വീടാന്തരം കയറി ഇറങ്ങിയാണ് വോട്ട് പിടിക്കുന്നത്. നമുക്ക് നാളെ മുതൽ സ്ക്വാഡ് വർക്ക് തുടങ്ങണം. ആ ലേഡീസ് ഹോസ്റ്റൽ ആദ്യം കവർ ചെയ്യണം. അതിന് പറ്റിയ പാർട്ടി നമ്മുടെ പട്ടര അണഞ്ഞു നിന്നോളൂ. ആരെയും കവർ ചെയ്യാൻ ഞാൻ റെഡി. വൈകുന്നേരം 2 മണിക്കൂർ ഒഴിവാക്കി കിട്ടിയാൽ മതി. ഇന്ന് തന്നെ പീഡിനെ തല നിർത്തിയില്ല. അപ്പച്ചോട് പോകാൻ പറ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞത്. അപ്പോഴാരും സമ്മതിച്ചില്ല. ആനപോറം ബാലകൃഷ്ണൻ ചെയർമാൻ ആകുകയാണെങ്കിൽ അന്ന് നമ്മൾ ആത്മഹത്യ ചെയ്യണം. അടികട ഉൾപ്പെടെ എല്ലാ അടവും പഠിച്ചവനാ ബാലകൃഷ്ണൻ. നിന്റെ പാർട്ടിക്കുണ്ടോ? അവരിങ്ങോട്ടാണ്. വാ, നമുക്ക് റൂമിൽ പോവാം. എന്താ രാജമ്മേ, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ സബ്ജക്റ്റുകാരല്ലേ. അവർ നമ്മളെ കാണുകയും ചെയ്തു. കണ്ടെങ്കിൽ എന്താ, എന്തായാലും സണ്ണിക്ക് നീ കൊടുക്കാൻ പോകുന്നില്ല. വരുന്നെങ്കിൽ വാ. വിരളാതെ അളിയ പത്മവ്യൂഹത്തിലെ അഭിമന്യുവിനെ പോലെ പയറ്റണം. അവളുമാര് നിൽക്കുന്നു. ചെല്ലേ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി മിസ്റ്റർ സണ്ണി ജോർജ്. ഹലോ. ഒരു പ്ലേറ്റ് പഴംപൊരി തന്നെ. ഗുഡ് ലക്ക്. നീ എന്താ സണ്ണി ഒരുമാതിരി അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അവളുമാര് തരുമോടാ? കണ്ടിട്ട് അവള് നിനക്ക് തരുമെന്നാ തോന്നുന്നത്. ആ ഫീലിംഗ് തരും. രാജമ്മയുടെ കസിന ആ ബാലകൃഷ്ണൻ. ചേട്ടാ ഗ്രഹപ്പഴേ ആരെ അവന്റെ കസിനാണെന്ന് ആരറിഞ്ഞു? ഒന്ന് ശരിയാണ്, അവളെ മാഞ്ഞു പിടിച്ച നമ്മുടെ കൂടെ വോട്ട് മാറും. Anyway, we will fight. അങ്ങനെ ഒരു സ്വല്ല തീർന്നു. ഇനി ബാക്കിയുള്ളവർക്ക് സ്വൈര്യമായി കളിക്കാലോ. ഈ ഇലക്ഷൻ ഏർപ്പാട് അപ്പാട് നിർത്തിയാലേ ഗുണം പിടിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അന്നേ തന്നോട് ഞാൻ പറഞ്ഞാണ്, മാനത്തോട് പോയി ഏണി വെച്ച് പിടിച്ച്. ശ്രീമൻ കയ്യിൽ കളിത്താമര കുറുനിരമേൽ മുല്ലവാർ കുന്തളത്തിൽ ചേമന്തിപ്പൂവ് കാതിൽ കുളിരൊളി കലരും വാഗതൻ താരുമായി ഓമൽ പാച്ചോറ്റിതൻ പൂമ്പൊടി കവിളിലണിഞ്ഞങ്ങളും സ്ത്രീകൾ ചൂടും സീമന്തത്തിൽ കടമ്പിൻ മലരും അവിടെ നീ ചെന്നതിൻ ചിഹ്നമായി. സ്ഥലം മേഘസന്ദേശത്തിന്റെ കർത്താവാരാണ്? അറിയോ ലിസണിംഗ്? ആയത്തുള്ള ഖുമൈനി. ആയത്തുള്ള ഖമാനി. സാരമില്ല അളിയോ, എവിടെ നമുക്കൊന്ന് എടുക്കണം. ഞാൻ നടന്നോളാം. ഓ വേണ്ട, സൂക്ഷിച്ചു പിടിക്കുക. വേണ്ട. എന്ത് സംഭവിച്ചൊന്നുമില്ല. ആ ബാലകൃഷ്ണൻ അടിച്ചതാ. കൈയോടെ തിരിച്ചു കൊടുത്തില്ലേ? അവർ 7-8 പേരുണ്ടായിരുന്നു. അടുത്ത ആഴ്ചയല്ലേ അവന്റെ ഇനാഗ്രേഷൻ. അന്ന് 10 പേരുടെ മുമ്പിൽ തകരെ തല്ലണം.
സാരമില്ല സണ്ണി, ആ ബാലകൃഷ്ണൻ പറ്റിച്ച പണിയാണ്. എന്നിട്ട് പകരം തല്ലിയില്ലേ? ഇല്ല, അവൻ കടന്നു കളഞ്ഞു. എങ്കിൽ എവിടെ ഒളിച്ചിരുന്നാലും ഇന്നവനെ കണ്ടുപിടിച്ച് തല്ലണം. ഇപ്പോൾ വാശംകുട്ടി. നാളെ പോരെ സണ്ണി? പോരാ, ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല. നമ്മളിൽ ഒരുവിനെ തൊട്ടാൽ അത് ആപത്താണെന്ന് അവന്മാരറിയണം. നിനക്ക് വൈകി വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ആനയല്ല, അവന്റെ അച്ഛൻ വന്നാലും ശരി, എനിക്ക് പേടിയില്ല. നീയാണടാ ആൺകുട്ടി. പക്ഷേ ഇപ്പോഴൊന്നും വേണ്ട. ഞങ്ങളെ തല്ലിയ ഞങ്ങളും തല്ലും, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ, ജീവൻ. നൈനരെ തല്ലിയ ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക. ഞങ്ങളെ തല്ലിയ ഞങ്ങളും തല്ലും, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ, നൈനരെ തല്ലിയ ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക. ഞങ്ങളെ തല്ലിയ ഞങ്ങളും തല്ലും, ഞങ്ങളെ തല്ലിയ ഞങ്ങളും തല്ലും. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ശബരിമലോട്ട് കയറിയിരിക്കും. വല്ല ഏറോ മറ്റോ വന്നാൽ പ്ലീസ് 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 ഒരു സഹായം ചെയ്യാവുന്ന കരുതിയാല്. ജീവന് ജീവൻ, നൈനരെ തല്ലിയ ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക. ഞങ്ങളെ തല്ലിയ ഞങ്ങളും തല്ലും, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ, തല്ലിയ ബാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക. ഞങ്ങളെ തല്ലും, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. നേതാവ് കഴിച്ച് രാഷ്ട്രീയത്തിൽ കടക്കാനാണ് ഉന്നമെങ്കിൽ എന്ത് വേണമെങ്കിലും അയക്കോ. തല്ല് കൊടുക്കുകയോ വാങ്ങുകയോ ജാഥ നടത്തുകയോ മാഷന്മാരെ ചീത്ത വിളിക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷേ രണ്ടും കൂടി നടപ്പില്ല. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. മറ്റന്നാൾ സിറ്റി ബ്ലൂസുമായിട്ടുള്ള മാച്ചാണ്. നിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം റൈറ്റ് ഔട്ട് സ്ഥാനത്ത് കളിക്കാൻ മറ്റൊരാളെ കണ്ടുപിടിക്കാൻ. ഞാൻ സീരിയസ് ആയി പറയുകയാണ്. ഫുട്ബോൾ കളി നിനക്ക് മടുത്തെങ്കിൽ തുറന്നു പറ. എന്തൊരു അഹങ്കാരമാണെന്ന് നോക്ക് സലിം. അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അട്ടഹസിക്കുമോ? അതും ചോരയ്ക്ക് ചോര പോലും. സണ്ണി പാവമാണ്. ആ പാവം. എന്റെ കസിനായതുകൊണ്ട് പറയുന്നതല്ല. പാവം എന്റെ ബാലേട്ടനാണ്. ഇന്നോടൊരു കൊച്ചുകുട്ടിയോട് പോലും വഴക്കടിക്കാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള ബാലേട്ടൻ നൈനാനെ പോലുള്ള ഒരു റൗഡി ടൈപ്പിനെ തല്ലി ചതച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നീ വിശ്വസിക്കുമോ സലിം? ആ സണ്ണി ഉണ്ടല്ലോ, അവനാണെങ്കിൽ തണ്ണി അടിച്ചോണ്ട എപ്പോഴും നടപ്പ്. കൂട്ടത്തിൽ ഏറ്റവും പാവ ശിവൻകുട്ടിയാണ്. നിനക്ക് ന്യൂസൊക്കെ ആര് തരുന്നു? പെണ്ണെ, ഉണ്ണിയപ്പം തിന്നാ പോരെ, അതോ കുഴി എണ്ണണോ? മതി പെണ്ണേ മതി. ദേഷ്യപ്പെടുന്നു. സീരിയസ് ആയി പറയാൻ പറയും ഇവിടെ പോകാൻ. എന്നാ സീരിയസ് ആയിട്ട് അപ്പച്ചിയോട് പറഞ്ഞേക്കേ, ഇപ്പൊ പോകാൻ മനസ്സില്ല. നിന്നെ എടുത്തോളാം കേട്ടാ.
കൂട്ടായ്മ കാണിച്ചത്? മഹാ മോശമായി പോയി. അപ്പൊ പിന്നെ പോറല്ലേ? Sunny, you are wanted by the principal. വരണം വരണം. സണ്ണി ഇദ്ദേഹത്തെ അറിയുമോ? അറിയും. എങ്ങനെ അറിയും? ജോസ് സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ. വാട്ട് സണ്ണി, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. സർ, ഞാൻ പറയുന്നത് നോ 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 നോ, യു ഷുഡ് ബി അഷേംഡ് ഓഫ് ദിസ് നാസ്റ്റി അഫെയർ. ഒന്നും എനിക്ക് കേൾക്കണ്ട. കോളേജിൽ നിന്ന് പുറത്തു കളയേണ്ടതാണ്. യു മേ ഗോ. താങ്ക് യു സർ. എന്തായാലും 2 ആഴ്ച പുറത്തു നിൽക്ക്. ഒരുങ്ങിയത് മതി, ഒന്ന് വേഗം വാടാ. നിനക്കെന്ത് പറ്റി? സുഖമില്ലേ? തലവേദന. അവള് കുറെ കുളം കണ്ടിട്ടുള്ളതാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ സുനാഫിക്കേഷൻ കഴിഞ്ഞതാ. ചുമ്മാ ഇല്ലാ വചനം പറയില്ല എന്റെ സൂസി. ചേടാ, കേട്ടത് പറഞ്ഞേ ഉള്ളൂ. അവളോടൊപ്പം പഠിച്ച എന്റെ കസിനാ പറഞ്ഞത്. ഒരു തമാശ ഉണ്ടോ? അയ്യോ, എക്സ്ക്യൂസ് മീ സെലിൻ, ഒരു സ്ലിപ്പ് പറ്റിയതാണ്. ഒളിമ്പിക് സ്റ്റാറിന് സ്ലിപ്പ് പറ്റുമോ? സ്ലിപ്പ് ചെയ്ത് ഞങ്ങളല്ലേ? ഒന്ന് ക്ഷമിച്ചുകളെ നിങ്ങളെ. അതാ അപ്പച്ചി. വാട്ട് ഹാപ്പൻ? എന്ത് പറ്റിയ? ഞാൻ അടിച്ച ഒരു അടി ഉന്നം തെറ്റി കുട്ടിയുടെ. കുട്ടിയോ? ഐ എം സോറി മിസ് സെലിന്റെ. എവിടെ കൊണ്ടാലും വേണ്ടില്ല. മുറിഞ്ഞോ? പിന്നില്ലേ? എങ്കിൽ കാണട്ടെ. അപ്പുണ്ണി, സാരമില്ല സർ. നോ നോ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചെറിയ മുറിവിലാണ് വലുതായ ഒരു സെപ്റ്റിക്കാവുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അങ്ങനൊന്നും പറ്റിയില്ല സർ. സണ്ണി, നേരത്തെ എന്ത് പറഞ്ഞു? ഉന്നം തെറ്റിയെന്നോ? തെറ്റും. ഒരബദ്ധം ആർക്കും പറ്റില്ല സാർ. നോ, പാടില്ല. ഫുട്ബോൾ കളിക്കാർക്ക് അബദ്ധം പറ്റാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. ഇപ്പൊ ഷൂന്ന് കിണിങ്ങിട്ടെന്താ? കുളിക്കുമ്പോഴല്ലേ വേദന തുടങ്ങിയത്. സണ്ണിക്ക് അബദ്ധം പറ്റിയൊന്നുമല്ല. നിന്നെ ഉന്നമാക്കി മനഃപൂർവ്വം അവൻ പന്തടിച്ചതാണ് തീർച്ച. സണ്ണിക്ക് എന്താ എന്നോട് വൈരം? ഞാനോ സലിനോ അവന്റെയൊക്കെ മുമ്പിൽ ആടിക്കുഴയാൻ പോകുന്നുണ്ടോ? ഇല്ല. പഠിക്കാനല്ലേ നമ്മൾ വന്നത്. മറ്റു പലരും അതിനല്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. പക്ഷേ അതിനും പൂവാലന്മാരെ സമ്മതിക്കില്ലെന്ന് വന്നാലോ? പഞ്ചാര വാക്കുമായി തഞ്ചത്തിലെടുത്തുകൂടാൻ പലരും വരും. ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത്. രാജമ്മ പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പൊന്നെ. എന്തിനും എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ട്. അതുപോലെ
Lower plants are composed of either single cells or many cells. സ്ട്രക്ചറിലും സൈസിലും ഷേപ്പിലും ഇവ ഏതാണ്ട് ഒരുപോലെയാണ്. അതേസമയം ഹെയർ പ്ലാന്റ്സ് വ്യത്യസ്തമായ സെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. These cells vary in size, shape, origin and function. Mr. Sunny, are you attending or just pretending to be attending? കുറെ നേരമായല്ലോ രാജമ്മേ. അത് എത്ര എണ്ണം? എന്നെപ്പോലല്ല നീ. ഏത് ധരിച്ചാലും നിനക്ക് നന്നായി ഇണങ്ങും. താങ്ക്സ്. എന്തിനാ ഡ്രസ് റിഹേഴ്സൽ രാജമ്മേ? അണിയാനല്ലേ ഇതെല്ലാം വാങ്ങിയത്. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴണിയാൻ? അടുത്തൊരിടം വരെ പോകാൻ ഇത്ര അണിഞ്ഞൊരുങ്ങലാണെങ്കിൽ ഫോറിനിലെങ്ങാനും പോകുമ്പോഴോ? ഫോറിനിലും പോവും. അപ്പോ ഇത് വല്ലതും ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആര്? ഇതാ ഇങ്ങനെ നാണമില്ലാത്ത ഒരു ജന്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ആവണമെങ്കിൽ ഇവിടെ ആവാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? തീയുണ്ട് ഇല്ലേ സർ? ഡാവച്ചനെ 10-18 വർഷമായി ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. തീയോട്. ടീച്ചറും സ്റ്റുഡന്റും ഒക്കെ കോളേജിൽ, ഇവിടെ വേണ്ടല്ലോ അല്ലേ? വണ്ടി നിർത്തണം. സ്വാമിയെ കാണാനില്ല.
ആഹാ, ഇവിടെ ഇരിക്കുമായിരുന്നു. രാജമ്മയെ ടീച്ചർ അന്വേഷിക്കുന്നു. എന്താ വിശേഷിച്ച്? എനിക്കറിയത്തില്ല. കുറെ നേരമായി കിടന്ന് അന്വേഷിക്കുന്നു. ഞാനിപ്പോ വരാം. അല്ല, ഈ സണ്ണി എവിടെ പോയി കിടക്കുന്നു? സെലിന് ഞാൻ എവിടെയൊക്കെ തേടിയെന്നോ? എന്തിന്? ഒന്ന് കാണാൻ. എന്നിട്ട്? ഒരു കാര്യം തരാൻ. എന്താ അത്? ഉള്ളിലെന്താ? എന്റെ മനസ്സ്. കാണട്ടെ. ഇതിലൊന്നും ഇല്ലല്ലോ. സെലിനും തൊട്ടാൽ മതി, ഇത് മുഴുവൻ പൊന്നാകും. സെലിനോട് ദേഷ്യമുണ്ടോ? വിരോധമുണ്ടോ? സ്നേഹമുണ്ടോ? ഇതളില്ലാതൊരു പുഷ്പം ഹൃദയത്തിൽ അതിൽ നാണം ആ നെഞ്ചിൻ താളങ്ങൾ എൻ ജീവൽ സംഗീതം പ്രശാന്ത സംഗീതം ഇതളില്ലാതൊരു പുഷ്പം ഹൃദയത്തിൽ അതിൽ നാണം ആ നെഞ്ചിൻ താളങ്ങൾ എൻ ജീവൽ സംഗീതം പ്രശാന്ത സംഗീതം മോഹം സായുജ്യം തേടിയെത്തുമേതോ അഴകിൻ മറുകിൽ തഴുകി മൗനം വാചാലമാക്കി നിൽക്കുമോരോ നിലവിൻ ഇഴയിൽ ഒഴുകി മോഹം സായുജ്യം തേടിയെത്തുമേതോ അഴകിൻ മറുകിൽ തഴുകി മൗനം
വർണ്ണങ്ങളെ വന്നാലും എന്നുള്ളം കവരും പൂവിൻ ചിത്രം എഴുതാൻ ഇതളില്ലാതൊരു പുഷ്പം ഹൃദയത്തിൽ അതിൽ നാണം ആ നെഞ്ചിൻ താളങ്ങൾ എൻ ജീവൽ സംഗീതം പ്രശാന്ത സംഗീതം മണ്ണിൽ ആകാശം ചാർത്തി നിൽക്കുമേതോ മഴവിൽ ചിറകും തഴുകി കന്യാശൈലങ്ങൾ മാറിലേന്തും ഹൈമ കുളിരും കോരി മണ്ണിൽ ആകാശം ചാർത്തി നിൽക്കുമേതോ മഴവിൽ ചിറകും തഴുകി കന്യാശൈലങ്ങൾ മാറിലേന്തും ഹൈമ കുളിരും കോരി സ്വപ്നങ്ങളെ തന്നാലും എന്നുള്ളം കവരും പൂവിൻ ഗന്ധം മുഴുവൻ ഇതളില്ലാതൊരു പുഷ്പം ഹൃദയത്തിൽ അതിൽ നാണം ആ നെഞ്ചിൻ താളങ്ങൾ എൻ ജീവൻ സംഗീതം പ്രശാന്ത സംഗീതം ലലാ 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 ലലാ. നല്ല തണുപ്പ്. കുറച്ചൊക്കെ അയഞ്ഞ മനസ്സിന് വേണ്ട രായമേ. ശരി, നാളെ കാണാം. സണ്ണി സണ്ണി, ഏയ് എന്ത് പറ്റി നിനക്ക്? ഒരു തലവേദന. ആ സണ്ണി, വല്ലാത്ത തലവേദന. സാരമില്ല. മാനസികമായിരിക്കും. ശാരീരികമാണെങ്കിൽ ഇത് പുരട്ടിയാ മതി. മാനസികമാണെങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, എന്തൊരു ഭംഗി! എത്ര മുഴുപ്പായിരിക്കുന്നു. യെസ്, കറക്റ്റ്. ഇങ്ങനെ സ്വാമിയെ എടുപ്പിലേറ്റ് കൊണ്ട് നടന്നു. എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴേ റാങ്ക് വാങ്ങുന്ന സ്വാമിയായിരിക്കും അല്ലേ മിസ്റ്റർ അയ്യർ? യെസ്, ഷുവർ. നാരങ്ങയ്ക്ക് നല്ല മധുരം അല്ലേ ശിവൻകുട്ടി? ശരിയാണ്. നിന്റെ നാരകയ്ക്കോ? തിന്ന് നോക്കിയാലല്ലേ അറിയാവൂ. എടാ, കണ്ടിടത്തോളം എങ്ങനെയായി? ഫസ്റ്റ്. വാ, നമുക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാം.
Any help? No, thanks. Sir, am I doing it correctly? Oh, you're doing it correctly. Thank you. ഹലോ, സെലീൻ എന്ത് പറ്റി? വീട്ടിൽ പോയി. Dear Sunny, received your letter. Sorry to be away. Happy to meet again. Celine. എന്തേ മൗനം? പറയില്ലേ, നിന്റെ മൗനങ്ങൾക്ക് എന്താർത്ഥം? എന്റെ മൗനങ്ങളിൽ ഞാൻ വാചാലയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നാൽ പറയാം, പരമരഹസ്യമാണ്. വരൂ, അടുത്ത് വരൂ. ആ മനസ്സിന് തരൂ, ഞാൻ ആ മനസ്സിൽ മന്ത്രിക്കാം. എനിക്ക് വയ്യ ശിവൻകുട്ടി, പോകണമെന്നേ തോന്നുന്നില്ല. ചുമ്മാ വിഡ്ഢിത്തം പറയാതെ സണ്ണി. നീ ഇല്ലെങ്കിൽ ഖാദർ തനിച്ചാവും. ഒറ്റയ്ക്ക് അവൻ എത്ര കളിച്ചിട്ടും കാര്യമില്ല. ആദ്യ ദിവസം തന്നെ ക്ലീൻ ആയിട്ട് തൊപ്പിയിട്ടുകൊണ്ട് പോരാ. അതിനേക്കാൾ നല്ലത് ടീമിനെ അയക്കാതിരിക്കുകയായിരിക്കും. ഞാൻ പീടിയോട് പറയാം. ഇരിക്കെ, അങ്ങേരുടെ തല്ലാൻ വരും. തല്ലാൻ വരികയല്ല, തല്ലുകയാണ് വേണ്ടത്. ഈ അഹങ്കാരത്തിന് വേറെ മരുന്നൊന്നുമില്ല. സ്റ്റേറ്റ് ടീമിൽ കയറി പറ്റണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അവിടേക്കുള്ള വാതിലാണ് ഈ ടൂർണമെന്റ്. നീ ഒന്ന് അറിഞ്ഞ് കളിച്ചാൽ മാത്രം മതി. തോന്നണ്ടേ ശിവൻകുട്ടി? തോന്നും, തോന്നിയേ പറ്റൂ. നീ വാ, ഒന്ന് വാടേ സാറേ. ചൊടിയോടെ കളിച്ച് ജയിച്ചു വാ. അപ്പൊ നിന്റെ ഹൃദയവും ഒക്കെ മാറും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ 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 ബൈ. കോളേജിൽ ഇന്ന് അവധിയായിരിക്കും, ട്രോഫി കിട്ടിയാണ്.
ഇന്റർവെൽ കഴിഞ്ഞു. സോറി, ഹാഫ് ടൈം കഴിഞ്ഞു. റഫറി വിസിലൂതി. ഇന്ദ്രൻ കിക്കെടുത്തു. റൈറ്റ് എക്സ്ട്രീം റഹീം ബോൾ പിടിച്ച് നേരെ ഒരു ക്രോസ്. അസ്ത്രം പോലെ പാഞ്ഞു വന്ന് അതിനെ ചെസ്റ്റിൽ പിടിച്ച് കാലിലൊതുക്കിയത് ആരാണ് പറ? സ്ഥലം ഇൻഡോറാണെന്ന് ഓർമ്മ വേണം. എതിർ ടീം രാജസ്ഥാൻ. അതുവരെ ഞങ്ങൾ 2 ഡൗൺ ആണ്. ഗോളടിക്കാനുള്ള ഗോൾഡൻ ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നഗരം മുഴുവൻ സ്റ്റേഡിയത്തിലുണ്ട്. അവന്മാരാണ് തപ്പുകൊട്ടിയും തമ്പരടിച്ച് ഞങ്ങളെ വരട്ടത്. അപ്പോഴെന്ത് സംഭവിച്ചു? എന്റെ നേരെ ആചാരബാഹുവായ ഒരു സിംഗ്, എന്തുവായുടെ പേര്, ഹനുമാൻ സിംഗ്. കണ്ടാലും ഹനുമാൻ തന്നെ. പാഞ്ഞു വരുന്നു. ഞാൻ ബോൾ ലേശം ഒന്ന് ട്രിബിൾ ചെയ്ത് ബാക്ക് ഏരിയയായി കിടന്നു. എന്നിട്ട് അപ്പോഴാണ് തടിമാറനായ വേറൊരു താടി അമറിക്കൊണ്ട് അതും കോടും ഹിന്ദിയിൽ ഒറ്റ കുതി. എന്നിട്ട് ബോളല്ലെങ്കിൽ ആള് എന്ന മട്ടിലാണ് താടിയുടെ വരവ്. ഞാൻ വിട്ടുകൊടുത്തു. ഇടത്തേക്കൊന്ന് ഒഴിഞ്ഞ് വലത്തേക്കൊന്ന് ചെരിഞ്ഞ് ഞാൻ അയാളെ കടത്തി വെട്ടിയൊരു ഗൺ ഷോട്ട്. ആവട്ടെ, പിന്നെ എനിക്ക് വെളിപാട് കൊണ്ടുപോലായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ടീം മുഴുവൻ. രാജസ്ഥാൻ ഗോൾ മുഖത്തേക്ക് ഞങ്ങൾ അലമാരകൾ പോലെ ഇറക്കി തുരുതുരാ തുരുതുരാ. എന്നിട്ട് ബാൾ ഏറിയ സമയവും അവരുടെ ഏരിയയിലായിരുന്നു. ഞങ്ങളുടെ ബാക്ക് ലൈൻ അഡ്വാൻസ് കളിച്ചു. എന്തിന്? ഗോളി ഹിടുമ്പൻ തുമ്പിയാ പോലും ബാക്ക് ഏരിയ വരെ വന്ന് ബോൾ ക്ലിയർ ചെയ്തു. ഹനുമാനും സുഗ്രീവനും ഒക്കെ പഠിച്ചോടി 18 നോക്കി. പക്ഷേ വീണ്ടും നെറ്റി കളിച്ചത് അവരുടെ ഗോളിലാണ്. പിന്നത്തെ ബഹളമൊന്നും പറയണ്ട. 2-2 എന്നല്ലേ നില. ഫൈനൽ വിസിലിന് 4 മിനിറ്റ്സ് ഉള്ളപ്പോൾ 3rd ഗോൾ, അതും എന്റെ ബോട്ടിൽ നിന്ന്. അന്ന് എനിക്ക് കിട്ടിയ ബെസ്റ്റ് പ്ലെയറിനുള്ള കപ്പാണ് ഇത്. എന്റെ റണ്ണിങ് കമന്ററി കേട്ട് സെലിന് ബോറടിച്ച് കാണും അല്ലേ? ഇല്ല. അല്ല, ആത്മപ്രശംസ കേട്ടാൽ ആർക്കായാലും ബോറടിക്കും. ആട്ടെ, നമുക്കൊരു ഫിലിമിന് പോയാലെന്താ? സ്റ്റൈലിൽ ഇടിപ്പടമുണ്ട്. നമ്മുടെ നസീർ 4 റൗഡികളെ ഒറ്റയ്ക്ക് അടിച്ചു വിടുന്ന രംഗമുണ്ടത്രേ. അതും ഡൂപ്പില്ലാതെ. അത് പറ്റില്ല. സേ സ്വർണ്ണോ? Just 1 minute, please. എന്തൊരു ലോകമാണത് കർത്താവേ. സ്വന്തം ഭാര്യയെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ചൊന്ന് ചുംബിക്കാൻ പോലും അനുഭവിക്കാത്ത ലോകം. ഹലോ. വിനോദി എന്ത് ചെയ്യുന്നു?
അത് കള്ളം. ഒന്നും ചെയ്യാനൊരു പാട്ട് പാടിക്കൂടെ? അല്ലെങ്കിൽ ഒരു ടാപ്പ് ഡാൻസ് ചെയ്തൂടെ? ചെക്ക് 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 ചെക്ക്. ആ ഏറ്റു. പാട്ടെങ്കിൽ പാട്ട്, ഡാൻസ് എങ്കിൽ ഡാൻസ്. സെലിനൊരു വാക്ക് പറഞ്ഞാൽ മതി. ആ പിന്നെ വൈകിട്ട് ഞാൻ അല്പം വൈകും. ഇല്ലെന്നേ, അറ്റ് ദ മോസ്റ്റ് 1 hour പോയേ തീരൂ. ഫുട്ബോൾ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്. സന്തോഷ ട്രോഫി അല്ല, സന്തോഷ് ട്രോഫി. സെലിനറിയാമല്ലോ, ഫുട്ബോളിന്റെ ഫസ്റ്റ് ലവ് ആണ്. സെലിനോ? Who is that boy? താടി വെച്ച്. സണ്ണി, കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി പ്ലെയർ. Oh, that's Sunny. That's Sunny. I see. Nice boy. ഒന്നൊന്നര കളിക്കുന്നു. വെരി ഗുഡ് പ്ലെയർ. Yes. വണ്ടർഫുൾ ബോയ്. ഡ്രിബിളിങ്ങിലും ടാക്കിളിങ്ങിലും പാസിങ്ങിലും എല്ലാം വീടുപിടുക്കൻ. ഓട്ടമാണെങ്കിലോ അസ്ത്രമിട്ട പോലെ. ഒറ്റ കുഴപ്പം മാത്രം, സ്റ്റാമിന പോരാ. നമ്മുടെ കളിക്കാർക്കൊക്കെ ഉള്ള തകരാറാണിത്. സണ്ണി എന്നാണ് പേര്. പേര് പോലെ തന്നെ ടെറിഫിക്. വെറും സണ്ണിയോ? സണ്ണി ജോർജ് കഴിഞ്ഞ വർഷം വാഷിംഗ്ടൺ ടീമിലുണ്ടായിരുന്നു. വെളുത്ത് മെലിഞ്ഞിട്ട്? യെസ്, അതെ. അയ്യോ, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഈസ് ഇറ്റ്? ഏതായാലും അവന് നല്ലൊരു ഭാവിയുണ്ട്. സണ്ണിക്ക് സെലക്ഷൻ കിട്ടുമോ? അത് ഞാനെങ്ങനെ പറയും? നന്നായി കളിച്ച സെലക്ഷൻ കിട്ടും. സാം വിചാരിച്ചാ മതി, പ്ലീസ്. നോ നോ റെക്കമെൻഡേഷൻസ്. മാത്രമല്ല, സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരു അംഗം മാത്രമാണ് ഞാൻ. നമ്മുടെ നാടിന്റെ തന്നെ ശാപമാണിത്. അർഹതയുള്ളവൻ പിന്തള്ളപ്പെടുന്നു, അർഹതയില്ലാത്തവൻ അവിഹിത മാർഗത്തിലൂടെ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുന്നു. നോ, ഇത്തരം കള്ളക്കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. നോക്കൂ സെലിൻ, സണ്ണി ഇല്ലാതെ ഇക്കുറി കേരള ടീം ഉണ്ടാവില്ല. സന്തോഷമായോ? മൈസൂരിൽ വെച്ച് ഞങ്ങൾക്കൊരു കോച്ചുണ്ടായിരുന്നു, ആന്ധ്രാക്കാരൻ ഹബീബുള്ള. എ ടഫ് ഗേ. ഇടം വലം തിരികെ സമ്മതിക്കില്ല. കളിക്കാർക്ക് ആവശ്യം വേണ്ട 3 നിഷ്ഠകളെ കുറിച്ച് ഹബീബുള്ള എപ്പോഴും പറയും: ഡിസിപ്ലിൻ, ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ. അക്കൊല്ലം ട്രോഫി നേടിയത് മൈസൂരാണ്. സാറിന്റെ ഡബിൾ ഹാട്രിക് ആവശ്യമല്ലേ? സാറല്ലേ, സാം. അനുഭവത്തിൽ നിന്നും പറയാൻ, ടീം വർക്കാണ് ഫുട്ബോളിൽ സർവ്വപ്രധാനം. ഒറ്റയ്ക്കുള്ള കളി, ഐ മീൻ ഇൻഡിവിജ്വൽ പ്ലേ, കയ്യടി നേടിത്തരുമായിരിക്കും. അടിയാണ്, തടയല്ല കാര്യം. അത് മറക്കരുതാണ്. സെലിന് ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് പറയാമോ? ട്രൈ, ശ്രമിച്ചു നോക്ക്. തോറ്റോ? തലയാറ്റേ പോരാ, സമ്മതിക്കണം. ശരി, തോറ്റു. ധാരാ നോക്ക്. ആഹാ, സണ്ണിയോ? വരൂ സണ്ണി. Excuse me, just a minute. ഇരിക്കു സണ്ണി, ഞാനിപ്പോ ചായ കൊണ്ടുവരാം. ശ്ശോ. ഇതല്ല, സണ്ണി കണ്ടിരിക്കേണ്ട മറ്റൊരു ആൽബം ഉണ്ട്.
ഇത് ഒളിമ്പ്യൻ കിട്ടും. ഇത് ചുനി ഗോസ്വാമി. ഇത് നമ്മുടെ പാപ്പൻ. ഇത് ഇന്ദ്രസിംഗ്. എന്നിട്ട് കളി കിട്ടിട്ടില്ലേ? പിന്നെ വേറും ചായയോ? സനിക്ക് എന്ത് തിന്നാൻ വേണ്ടേ? ഒന്നും വേണ്ട. ചിപ്സ് ഉണ്ട്, കേക്ക് ഉണ്ട്, എന്ത് വേണം? നിന്റെ അപ്പച്ചന്റെ ഫേവറേറ്റ് ഉണ്ടല്ലോ, അപ്പച്ചം. അല്ല, അച്ചപ്പം. അതില്ലേ? അതെന്നെ തീർന്നു. രാവും പകലും അതായിരുന്നില്ല തീറ്റ. എന്നാ ചിപ്സ് ഉണ്ടോ? എന്താ സണ്ണി? ഓക്കെ. വേറൊരു സാധനം കാണിച്ചാൽ അല്പം പഴഞ്ചനാണ്. ഇതാരെന്നറിയോ? എന്റെ അപ്പൻ. പുള്ളി പഴയ ഒരു ഫുട്ബോളറായിരുന്നു. അപ്പന്റെ അപ്പനും ഒന്നാം തരമായിട്ട് കളിക്കായിരുന്നു. പക്ഷെ ഫുട്ബോളല്ല, ഓണപ്പന്ത്. കാറിനെന്ത് പറ്റി? പഞ്ചർ, പക്ക പഞ്ചർ. സണ്ണിക്ക് കളിയില്ലേ? ടൗണിൽ പക്ക റെയിൻ. ഏതായാലും സണ്ണിന്ന് പോകുന്നില്ല. ഞാൻ താൻ വിട്ടായിടും. ഇങ്ങോട്ട് കേറ്. ഇരിക്കെ. അല്ല സർ, എനിക്ക് താനും വിട്ടായി. എന്താണ് മെനു രാത്രി ചാപ്പാടിന്? ചപ്പാത്തി, സബാഷ്. കൂടെ ബീഫ്. ഡബിൾ സബാഷ്. ഞാൻ ചപ്പാത്തിയും ബീഫും മൂക്കറ്റം അടിച്ച് തനിക്ക് ഇവിടെ കുശാലായിട്ട് കൂടാ. വേണമെങ്കിൽ നമ്മുടെ ശ്രീമതിയുടെ വക 2 പാട്ട് വകാം. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നെ ചപ്പാത്തിയുടെ പുറത്ത്. സണ്ണി സ്മോക്ക് ചെയ്യോ? നോ സർ. പാടില്ല. ഇരിക്കെ. പ്ലേയേഴ്സ് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. തങ്ങളുടെ കളിയായിരിക്കണം അവർക്ക് ലഹരി. ഞങ്ങളുടെ ക്യാപ്റ്റൻ പറയുമായിരുന്നു, ഫുട്ബോൾ ഒരിക്കലും ഫാഷൻ ആക്കരുത്, പാഷൻ ആക്കണം എന്ന്. കളി നിർത്തിയതിനു ശേഷമാണ് ഞാൻ വലി തുടങ്ങിയത്. അല്ല, മിഴിച്ചു നോക്കി നിൽക്കുകയാണോ? തുടങ്ങിക്കൂടെ? എന്തെന്ന്? പാട്ട്. അയ്യോ, എനിക്കറിയില്ല. കള്ളം. സത്യമായിട്ട് അറിയില്ല. കർത്താവിനാണ് സത്യം. ഭർത്താവിനോട് കർത്താവിനെ ചൊല്ലി കള്ളം പറയരുത്. എന്നാ പിന്നെ തനിക്ക് പാടിക്കൂടെ? അയ്യോ, ഞാനോ? യാ, കോളേജിൽ വെച്ച് പാട്ട് പാടുമായിരുന്നു. അതൊക്കെ പാട്ടാണോ സാർ? വേണ്ട, നിങ്ങൾ തർക്കിക്കണ്ട. ആർക്കും പാടാൻ വയ്യെങ്കിൽ ഞാൻ പാടും. ശരി. ബാംഗ്ലൂരിൽ വെച്ച് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നായർ, CP നായർ. തല കണ്ട പാച്ചെന്നിരിക്കും. കഷണ്ടി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ കഷണ്ടി. പക്ഷേ തലയ്ക്കകം നിറയെ തനി തങ്കമാണ്. ഒന്നാം തരമായിട്ട് കവിത എഴുതും. രഹസ്യമായിട്ട് എന്നെ വായിച്ച് ചെയ്യിപ്പിക്കും. അതിലൊരെണ്ണം ചൊല്ലാം. കരിമ്പിനെന്താണ് ഇംഗ്ലീഷ്? കരിമ്പിനെന്താണ് ഇംഗ്ലീഷ്? കാരിരുമ്പിനെന്താണ്? തുരുമ്പിനെന്താണ്? ചോണൻ ഉറുമ്പിനെന്താണ്? ഉടുക്കിനെന്താണ്? വൈരക്കടുക്കനെന്താണ്? തിണ്ണാമിടുക്കിനെന്താണ്? ഉച്ചക്കിറുക്കിനെന്താണ്? അടുപ്പിനെന്താണ് ഇംഗ്ലീഷ്? അടുപ്പിനെന്താണ് ഇംഗ്ലീഷ്? അടി ഉടുപ്പിനെന്താണ്? ചോരത്തുടിപ്പിനെന്താണ്? കരമിടിപ്പിനെന്താണ്? എന്താണ് എന്താണേലും എന്താണ്? അന്തം വിട്ടോരന്തപ്പായിക്ക് എന്താണേലും
എന്താണ്? ആ, പരിപാടിയിലെ അടുത്ത ഇനം പാട്ട്. ശ്രീമതി സെലിൻ സാമുവൽ. കമൺ 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 പ്ലീസ്. മനസ്സിന്റെ മോഹം മലരായി പൂത്തു, മനസ്സിന്റെ മോഹം മലരായി പൂത്തു, സ്വപ്നമതാലസ വാടരുതീ മധു നിറയും പൂക്കൾ, പ്രേമ നിർഭര ഹൃദയ മനസ്സിന്റെ മോഹം മലരായി പൂത്തു. മനസ്സിന്റെ മോഹം മലരായി പൂത്തു, സ്വപ്നമദാലസ നിമിഷങ്ങൾ, മനസ്സിന്റെ മോഹം മലരായി പൂത്തു. മനസ്സിന്റെ മോഹം മലരായി പൂത്തു, സ്വപ്നമദാലസ നിമിഷങ്ങൾ, വാടരുതീ മധു നിറയും പൂക്കൾ, പ്രേമ നിർഭര ഹൃദയങ്ങൾ, മനസ്സിന്റെ മോഹം മലരായി പൂത്തു. അടുത്ത പരിപാടി എന്താ ഉറങ്ങിക്കൂടെ?
സണ്ണി സണ്ണി സെലിൻ 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 എന്താ സണ്ണി വിറയ്ക്കുന്നുണ്ടല്ലോ? എന്തു പറ്റി? വല്ലാത്ത തണുപ്പ്. ഒരു ബ്ലാങ്കറ്റ്. തരാം. എക്സ്ക്യൂസ് മീ സണ്ണി, ഞാൻ നേരത്തെ ഓർത്തില്ല. നല്ല തണുപ്പുണ്ട്. Anything more? No. Okay, good night. He's a boy. എല്ലാ അർത്ഥത്തിലും ഒരു കൊച്ചൻ. എന്നാലും ആരും കാണാതെ കാലത്തെ കടന്നു കളഞ്ഞല്ലോ. ഓ അതോ, കൃത്യം 6 മണിക്ക് എക്സസൈസ് തുടങ്ങും. ഇപ്പൊ ഓടുകയോ ചാടുകയോ പ്രാക്ടീസ് ഒക്കെ ആയിരിക്കും അവരുടെ. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഏറ്റവും പ്രധാനം. ഫുട്ബോളിൽ നിന്നല്ല, ഏത് കളിയിലും. സോറി. നോക്കൂ സെലിൻ, ഈ വർഷം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നത് നമ്മുടെ സണ്ണിയായിരിക്കും. പെറ്റ നാടിന്റെ ജേഴ്സി അണിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്വന്തം നാടിന് വേണ്ടി കളിച്ച് ടോപ്പ് പ്ലെയർ ആകാനുള്ള എന്റെ ആഗ്രഹം സണ്ണി നിറവേറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഈ കപ്പ് ഞാൻ അവന് കൊടുക്കും. അല്ല, നീ അവന് കൊടുക്കണം. സാർ, ചായ. സെലിൻ, 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ഹലോ 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 സാർ, ഹൗ ആർ യു? പറഞ്ഞില്ലേ? ജസ്റ്റ് 1 മിനിറ്റ് സെലിൻ. ആ സെലിന്റെ ബർത്ത്ഡേ അല്ലേ? ഞാൻ തീർച്ചയായും ഒരു സംശയ. ഹലോ. ഹലോ. അകത്ത് വരൂ. വരൂ. ഇരിക്കൂ.
സാം എവിടെ? ഇരിക്കു സണ്ണി. സാം എവിടെ? ഫോൺ ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. ലേശം ലേറ്റ് ആവും. എങ്കിൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം. അതെന്തിന്? സാം പ്രത്യേകം പറഞ്ഞു സണ്ണി വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്യണമെന്ന്. എന്നാലും ഒരെന്നാലും ഇല്ല. സണ്ണി പ്ലീസ് സിറ്റ് ഡൗൺ. ബർത്ത്ഡേ കയ്യിലുള്ള പ്രസന്റ്. താങ്ക് യു വെരി മച്ച്. സണ്ണി ഊണ് കഴിച്ചതിന് ശേഷം ഞാനിത് തുറന്നു നോക്കിക്കൊള്ളാം. ഓക്കെ? ഞാൻ മാത്രമോ? ഞാൻ സാം വന്നതിന് ശേഷം ഉണ്ടോളാം. അങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് ഉണ്ണണമെന്നില്ല. എന്നാ ഞാൻ കൂടെ ഇരിക്കാം. ഞാൻ പോകാതിരിക്കാൻ വേണ്ടി ഉണ്ണണമെന്നില്ല. ഞാൻ നിറയെ ഉണ്ണാം. പോരെ? തോമസേ, ഒരു പ്ലേറ്റ്. ഇതുവരെ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കോളേജിൽ എന്തുണ്ട് വിശേഷം? ആ, എന്റെ രാജ്യം എങ്ങനെ? എല്ലാവർക്കും സുഖം. സെലിൻ ഇല്ലെന്ന് മാത്രം. കഴിക്കൂ. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എത്ര എണ്ണം പരദീശേഷമാണെന്നോ ഇത് സെലക്ട് ചെയ്തത്? സാമിന് നന്നായി ഇഷ്ടപ്പെടും. സെലിനോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഇന്നും എന്റെ മനസ്സിൽ ഈ വിളക്ക് പോലെ സെലിനുണ്ട്. ഇതുവരെ പാട് മാഞ്ഞില്ലേ സെലിൻ? മായില്ല. അതുപോലെ നീ എന്റെ മനസ്സിലേൽപ്പിച്ച മുറിപ്പാടും മായില്ല. എന്തൊക്കെയാ സണ്ണി പറയുന്നേ? എന്റെ നഷ്ടസ്വപ്നങ്ങളെ പറ്റി. സണ്ണിയെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ഞാനും ഇങ്ങനെയൊന്നുമല്ല ആശിച്ചത്. എന്താശിച്ചെന്ന്? സണ്ണിയുടെ മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടാവാൻ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ കുറച്ച് സ്വതന്ത്രമായി പെരുമാറിയിട്ടുണ്ട്. ഈ സംസാരത്തിന്റെ ഒരു അക്ഷരം സാം കേട്ടാ പോരെ എന്റെ ജീവിതം തകരാൻ? അപ്പോൾ എക്സ്കർഷൻ സമയത്ത് നമ്മളെടുത്ത ഫോട്ടോകൾ കണ്ടാലോ? ആ ആൽബം എന്റെ ഉണ്ട്. നാളെ ഇങ്ങോട്ട് വരുമ്പോൾ അതുകൂടി കൊണ്ടുവരാം. ഓർമ്മകൾ പുതുക്കാമല്ലോ. എനിക്കിത് കാണണ്ട. നിങ്ങൾ ഇങ്ങോട്ടിനി വരികയും വേണ്ട. ഓഹോ, അങ്ങനെയാണോ? അതെ. നിർബന്ധമാണോ? അതെ, അതെന്ന്. എങ്കിലാ ഫോട്ടോകൾ കാണിക്കേണ്ടവരെ കാണിച്ച് ഞാനടങ്ങും. സാമുവൽസ് റെസിഡൻസ് ഹിയർ? ഇല്ല, ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ആരാണ് സംസാരിക്കുന്നത്? സണ്ണി. എന്താ കാര്യം? അത് മിസ്റ്റർ സാമുവലിനോട് പറയാനുള്ളതാണ്.
ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ ഡാർലിംഗ്. ബൈ. വാട്ട് ഇസ് ദ മാറ്റർ? എന്താണ് വിശേഷം? പിന്നെ നമ്മുടെ സണ്ണി ഇപ്പൊ വിളിച്ചിരുന്നു. ഞാനില്ലായിരുന്നോണ്ട് ഊണ് കഴിക്കാൻ ഒരു രസവും ഇല്ലായിരുന്നു അവൻ പറയുന്നത്. നീ അവനെ നന്നായി ട്രീറ്റ് ചെയ്തില്ലേ? ഐ നോ ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ട്രീറ്റ്മെന്റ്. സോറി, ഞാനിവിടെ നമ്മുടെ അസിസ്റ്റന്റൊക്കെ പറയായിരുന്നു. പിന്നെ സണ്ണിയോട് വൈകുന്നേരം വീട് വരെ വരാൻ പറഞ്ഞിരിക്കുക. പക്ഷെ അവന് അത്യാവശ്യ കാര്യമുണ്ട്, വരാൻ പറ്റില്ല. കഴിയുമെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് എന്നോട് ഹോട്ടൽ വഴി ചെല്ലാൻ പറഞ്ഞിരിക്കുക. പോകുന്നോ? പോയി കളയാം, നമ്മുടെ പയ്യനല്ലേ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വീട്ടിലേക്ക് വരുമല്ലേ? അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ശരി. ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, സണ്ണിന്റെ റൂം ഏതാ? യു മീൻ ഫുട്ബോൾ പ്ലെയർ സണ്ണി? യെസ്. റൂം നമ്പർ 451, 4th floor. അകത്ത് വരൂ. സണ്ണി, ആ ആൽബം ഇങ്ങ് തരൂ. അതിങ്ങ് തരാനാണ് പറഞ്ഞത്. സെലിൻ അകത്ത് വരൂ. അതിനെനിക്ക് നേരമില്ല. തരൂ. അത് ഞാൻ തരില്ല. അത് മാത്രമേ ഉള്ളൂ എന്റെ പക്കൽ. പിന്നെ കുറെ ഓർമ്മകളും. ഓർമ്മകൾ? എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള ഓർമ്മകൾ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് സണ്ണി? ഞാൻ എന്ത് ചെയ്തെന്നാണ് സെലിൻ പറയുന്നത്? ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ ഇത്രമേൽ സ്നേഹിച്ചു കാണില്ല സണ്ണി. അങ്ങനെയുള്ള സാമിനെ, ശരി, എന്തൊക്കെയാ പറയാനുള്ളെങ്കിൽ പറഞ്ഞു കൊടുത്തേക്കും. പക്ഷേ എന്റെ സാമിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇഷ്ടം പോലെ ചെയ്തോളൂ. സെലിൻ, ടേക്ക് ഇറ്റ് ഈസി. നമ്മത്ര മോശക്കാരൊന്നുമല്ല. ഓ, ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡറാണ്. സെലിൻ, യു ആർ ഹിയർ. ഷോപ്പിങ്ങിന് ഇതിലെ വന്നപ്പോ സണ്ണിയെ ഒന്ന്... ഓ, ഐ സി. എന്നാ ഒന്നിച്ചു വാ. അല്ല, ഒരു കൂട്ടുകാരി ടാക്സിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഞാൻ കുറച്ച് ലേറ്റ് ആവും. പക്ഷെ പഞ്ചാബ് സർദാർ ജനറോട് പോകാൻ പറ. പക്ഷെ ബംഗാൾ ടീം വർക്കിന്റെ കാര്യത്തിൽ അവരെ സൂക്ഷിക്കണം. ഹലോ സണ്ണി. ഹലോ, കമിൻ സർ.
സെലിൻ, ലുക്ക്, ഈ നഗരത്തിൽ വളരെയേറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് നീ. നിനക്ക് ആ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്റെ ഭാര്യ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. സെലിൻ, നീ എന്തിനാ കരയുന്നത്? ഞാൻ സണ്ണിയെ കാണാൻ പോയി തെറ്റാണ് സൺ. അത്രേ ഉള്ളൂ. ഹീസ് ഓർ ഫാമിലി ഫ്രണ്ട്. പോരെങ്കിൽ നിന്റെ ക്ലാസ്മേറ്റും. നീ അവനത് കാണാൻ പോയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. ആ, നിനക്കൊരു തമാശ കേൾക്കണം. എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അത് നിന്നോട് പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ ജനസംസാരം. എന്റെ പ്രിയതമ പറയുന്നത് തെറ്റ് നടക്കാൻ എനിക്ക് സാധിക്കാറില്ലെങ്കിലും അത് മാളോട് അറിയുന്നത് മോശമാണ്. ആ, സംഗതി സണ്ണി പറഞ്ഞ് അറിഞ്ഞു കാണും. നമ്മുടെ ടീം മാനേജർ ബാലചന്ദ്രൻ ഒരു കസിന് എന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി. അയാൾക്ക് നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ വേണം. നീ വഴി എന്നെ സ്വാധീനിച്ച കാര്യം നടക്കുമെന്ന് ബാലചന്ദ്രൻ സണ്ണിയെ പിരികറ്റി. നിന്നെ വന്ന് കാണാനാണെങ്കിൽ ഇടം വലം തിരിയാൻ കോച്ച് സണ്ണിയെ സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരൻ എന്നെ നിന്നെയും ഫോൺ ചെയ്ത് വരുത്തി കാര്യം കണ്ട് വലിയ ആളായിട്ട് ഞൊഞ്ഞിരിക്കുകയാണ് അവിടെ. എടി, മധുവിധുവിന്റെ ലഹരിയിൽ കഴിയുന്ന നിനക്കിപ്പോൾ എന്റെ കത്ത് വായിക്കാനൊന്നും സമയം കാണില്ല. എന്നാലും ഞാൻ എഴുതുകയാണ്. ഹലോ, യെസ്, മിസ്സസ് സാമുൽ ഹിയർ. മെയ് നോ ഹു ഈസ് കോളിംഗ്? സണ്ണി, എന്താ വിശേഷം? എനിക്ക് സെല്ലിനോട് ഇപ്പൊ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് സണ്ണി പറയുന്ന ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. സെല്ലെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല. സാമച്ചായന് ഞാൻ എന്തിനാ അന്വേഷിച്ചതെന്ന് പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞു. എന്നിട്ടും എന്നോട് പരിഭവമാണോ? എനിക്ക് ആരോടും പരിഭവമില്ല. എങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരൂ. വേണ്ട, നാം തമ്മിൽ കാണുന്ന എനിക്കിഷ്ടമല്ല. സർവീസസിനെ ഒതുക്കിയാൽ നമ്മൾ സെമിയിലെത്തുമെന്നുള്ളത് തീർച്ച. സർവീസസ് വലിയ ടീമാണോ? പട്ടാളക്കാരല്ലേ, ലേശം ടഫായിരിക്കും. നമ്മുടെ കളിക്കാർ മോശമല്ല, പക്ഷെ നാം ടഫ് പ്രാക്ടീസ് എടുത്താൽ കളിയുടെ ഒരു റിതം നഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ ഗോൾ അടിക്കാനുള്ള ചാൻസ് എല്ലാം മതി. ഒന്നും കഴിച്ചില്ലല്ലോ. കളിയെന്നും പറഞ്ഞ് ഇങ്ങനൊരു ലഹരിയുണ്ടോ? അനുഭവിച്ചവർക്കല്ലേ അറിയാവൂ ആ ലഹരിയുടെ സുഖം. ഇന്നെനിക്ക് കഴിവ് നേരത്തെ സ്റ്റേഡിയത്തിൽ എത്തണം. സണ്ണിയെ സൗകര്യമായി കണ്ട് രണ്ട് മൊഴി പറയണം. അവൻ ഇന്ന് അറിഞ്ഞ് കളിച്ചാൽ സർവീസസ് വെള്ളം കുടിച്ചത് തന്നെ. ആ, സെല്ലും റെഡിയായിട്ടിരുന്നോണം. കാറിലായി ഉണ്ണി അയക്കാം. One minute. ആ, പറഞ്ഞില്ലെന്ന് വേണ്ട, റെഡിയായിട്ടിരുന്നോണം. എന്റെ തൊട്ടടുത്ത സീറ്റ് സെല്ലിനായിട്ട് ഒടിച്ചിട്ടേക്കും.
ആ ഞാനാണ്. സിനിൽ കാര്യം ചെയ്യൂ, ഒരു ടാക്സി വിളിച്ച് പോരും. ജോസിനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഉണ്ണി ഇവിടെ കാണാനില്ല, അത്ര വലിയ തിരക്കാണ് ഇവിടെ. 10 മിനിറ്റേ ആയുള്ളൂ, അതിനെ നമ്മൾ ഗോൾ അടിച്ചു. സണ്ണിയാണ് സ്കോർ ചെയ്തത്. ആ അടുത്ത ഗോളിന് സമയമായെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബഹളമല്ലോ കേൾക്കാവോ? വേഗം എത്തണം, ഞാൻ ഗേറ്റിലുണ്ടാവും. ശരി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശരി സാർ. ഹലോ. സെലിൻ, ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റ്? ആക്സിഡന്റ് ഒന്നും അല്ല, നമ്മുടെ സണ്ണി ആരും നെഞ്ചി ചവിട്ടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് കയറ്റിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. സെല്ലിന്റെ കാര്യം ചെയ്യൂ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോരും. പരിഭ്രമിക്കാനൊന്നുമില്ല, ഞാൻ അവിടെ ഉണ്ടാവും. ശരി, ഞാനിപ്പോ വന്നേക്കാം. അറേഞ്ച് ചെയ്തോളൂ, ഞാൻ അവിടെ കുറിച്ച് തരാം. എനിക്ക് സാമിച്ചാനെ കാണണം. സാമുവലിനെ ഇനി നമ്മൾ ആരും കാണുകയില്ല. സണ്ണിയുടെ ആംബുലൻസിന്റെ കൂടെ ഇങ്ങോട്ട് വന്നതാണ്. വഴിക്ക് വെച്ച് കാർ ആക്സിഡന്റ് ആയി. അയ്യോ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. ഓ ജീസസ്.
നോക്കൂ സെലിൻ, എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാതിരച്ചൻ ഉണ്ടായിരുന്നു, ഫാദർ സൈമൺ. പഞ്ഞിപോലെ വെളുവെളുത്ത താടി, താടിയേക്കാൾ വെണ്മയാർന്ന ചിരി, പട്ടുപോലുള്ള മനസ്സ്. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, നോക്കൂ സാം, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ചുറ്റും കുട്ടികളുടെ മുഖങ്ങൾ വേണം. ഈ പ്രപഞ്ചത്തിൽ അവയേക്കാൾ മനോഹരങ്ങളായ പുഷ്പങ്ങളില്ല. ആ ആഗ്രഹം ഒരു പ്രവചനം പോലെ ഫലിച്ചു. പ്രശാന്തമായ ഒരു സായം സന്ധ്യയിൽ ആശ്രമത്തിലെ അശോക ചുവട്ടിൽ അനാഥ കുട്ടികളുമൊത്ത് കഥ പറഞ്ഞും കവിത ചൊല്ലിയും കളിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നൊരു ആലസ്യം തോന്നി. കഥയറിയാത്ത കുട്ടികൾ അതും കളിയാണെന്ന് കരുതി അദ്ദേഹത്തെ താങ്ങി. ആ കുഞ്ഞു കൈകളിൽ കിടന്ന് ആ കുസൃതിച്ചിരികൾ കേട്ട് ആ കുരുന്നുമുഖങ്ങൾ കണ്ട് അദ്ദേഹം കണ്ണടച്ചു. ഇതൊക്കെ ഇപ്പോഴോർക്കാൻ ഓർമ്മകൾ ആട്ടിൻകുട്ടികളെ പോലെയാണ്. മനസ്സിന്റെ ആലയിൽ നിന്നും കുതിറിച്ചാടാൻ അവയ്ക്ക് പെരുത്തിഷ്ടമാണ്. മോളെ, നിന്റെ ദുഃഖം നിനക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പച്ചൻ ഒരു കാര്യം പറയാം, സാം മരിക്കുന്ന നിമിഷത്തിലും നിന്റെ സന്തോഷമാണ് അവൻ ആഗ്രഹിച്ചത്. നിന്റെ ഈ ദുഃഖം അവന്റെ ആത്മാവിനെ വേദനിപ്പിക്കും. അപ്പച്ചൻ വലിയ തത്വമൊന്നും പറയുകയല്ല. അവന്റെ ആത്മാവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയെങ്കിലും എന്റെ മോള് സന്തോഷവതിയാവണം. വരും, എന്റെ മോള് വന്ന് എന്തെങ്കിലും കഴിക്കും. വരും. നോ 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 ഡോക്ടർ, എനിക്ക് കളിക്കണം, എനിക്ക് കളിക്കണം. ഡോണ്ട് ബി സില്ലി മിസ്റ്റർ സണ്ണി. കളിക്കാം, ഇപ്പോൾ വിശ്രമിക്കണം. ഇല്ല ഡോക്ടർ, എനിക്ക് ഈ ഫൈനൽസിന് കളിക്കണം. സാമച്ചായന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം. എനിക്ക് ഈ വർഷത്തെ ബെസ്റ്റ് പ്ലെയർ ആകണം. കളിക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ സണ്ണി എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. എങ്കിൽ എനിക്ക് മരിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് തരൂ ഡോക്ടർ. എന്ത് വന്നാലും ഞാൻ കളിക്കും. എനിക്ക് കളിച്ചേ തീരൂ. വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? പറഞ്ഞു ഡോക്ടർ. അയാൾ പറയുന്നത് ഞാൻ മെന്റലി ഡിപ്രസ്ഡ് ആണെന്നാണ്. കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് എനിക്ക് ഡിപ്രഷൻ. ആട്ടെ, ഫൈനൽസിന് ഇനിയുമുണ്ടല്ലോ 2-3 ദിവസം. നീ സാമിന്റെ വീട്ടിൽ പോയോ? ഇല്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഉം? സെലിൻ, സണ്ണിക്കിപ്പോ സന്തോഷമായില്ലേ? സാമച്ചായൻ എന്റെ ഗുരുവും സ്നേഹിതനുമായിരുന്നു. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാൻ സെലിനെ കാണുന്നു. ദയവായി എന്നെ അനുഗ്രഹിക്കൂ.
നമ്മുടെ എല്ലാം അഭിമാനവും ഈ ടൂർണമെന്റിന്റെ നെടുംതൂണുമായിരുന്ന ഒളിമ്പ്യൻ സാമുവലിന്റെ അകാല നിര്യാണത്തിന് ശേഷം ഫൈനൽ മത്സരം ഇന്ന് നടക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കളിക്കളത്തിലിറങ്ങരുതെന്ന് ഡോക്ടർമാർ കർശനമായി വിലക്കിയിരുന്ന കേരളത്തിന്റെ പറക്കുന്ന സെന്റർ ഫോർവേഡ് സണ്ണി ജോർജ് ഇന്ന് വീണ്ടും കളിക്കുവാനിറങ്ങുന്നു. നോക്കൂ സലിം, ഈ വർഷം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നത് നമ്മുടെ സണ്ണിയായിരിക്കും. പെറ്റനാടിന്റെ ജേഴ്സി അണിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്വന്തം നാടിന് വേണ്ടി കളിച്ച് ടോപ്പ് പ്ലെയർ ആകാനുള്ള എന്റെ ആഗ്രഹം സണ്ണി നിറവേറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഈ കപ്പ് ഞാൻ അവന് കൊടുക്കും. അല്ല, നീ അവന് കൊടുക്കണം.